എല്ലാവർക്കും തൂവൽത്തിരിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചികരമായ ഒരു കറി ഉണ്ടാക്കാം. അത് മത്തങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതിനായി നന്നായി വിളഞ്ഞ മത്തങ്ങ തന്നെ നമുക്ക് എടുക്കാം. ഞാൻ 300 ഗ്രാം മത്തങ്ങ തൊലിയോടുകൂടി തന്നെ നന്നായി കഴുകി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 3-4 പച്ചമുളക്, ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില എന്നിവയാണ്. ഇനിയും ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ശേഷം 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ്. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുകൂടി നന്നായി ഒന്ന് വഴണ്ട് വരട്ടെ. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി ഒരു 2-3 മിനിറ്റ് നേരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചുകൂടി ഒന്ന് വേവിക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി അടച്ചു വെച്ച് 1 മിനിറ്റ് കൂടി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി എടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടിക്കോളും. ശേഷം ഇനിയും നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ്. അതുകൂടി നമുക്ക് എടുത്ത് പൊടിച്ച് ചേർക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഓൾറെഡി വെന്തതാണ്, എങ്കിലും മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ സ്വാദിഷ്ടമായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.